ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ സമയം എത്രയായെന്ന് അറിയോ? 9:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിനടുത്തുള്ള എന്താ പറയുക, കുരിയാടി അമ്പലത്തിൽ, കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതലാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. എനിവേയ്സ് ഞാനിത് റെഡിയായി നിന്നിട്ടുണ്ട്. അമ്പാടിനെ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇന്നിപ്പം ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോസ്റ്ററൊന്നും ഞാൻ പ്രാവശ്യം കണ്ടില്ല കേട്ടോ. ഒന്നാമത് ഡ്യൂട്ടിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, പിന്നെ രണ്ടാമത് വയ്യ കേട്ടോ, മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. സംസാരിക്കാൻ വോയിസ് ഒന്നും ശരിക്കും എൻ്റെ ഒറിജിനൽ വോയിസ് അല്ല കേട്ടോ. അപ്പോൾ എനിവേയ്സ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളിതാ റെഡി ആയിട്ട് ഇപ്പോൾ ഇറങ്ങും കേട്ടോ. 10 മണിക്കെങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എനിവേയ്സ് ബാക്കി വീഡിയോയിൽ കണ്ടോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ്, അധിക ദൂരമൊന്നുമില്ല. നമ്മൾ മുൻപും വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അത് മാത്രമല്ല, പോയിട്ട് അധികം നേരം നിൽക്കേണ്ടാവില്ല. എന്തായാലും ഒരു 12 മണിൻ്റെ ഉള്ളിൽ തിരിച്ച് വരണമായിരിക്കും, കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ എനിവേയ്സ് ഞാൻ ഇതാ അമ്പടിനെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പോവാ നമുക്ക്? അമ്പടി റെഡിയായാ? എന്നാ കയറുക. ഡ്രസ് എടുക്കാണ്ട് ആരെങ്കിലും അമ്പലപ്പറമ്പ് പോവാട്ടാ, എടുത്തിട്ട് വാ. അമ്പാടി വാ. ആ ചേട്ടൻ്റെ ഒരു പേഴ്സ് എടുക്കാൻ എടുക്കാൻ പോയിട്ടുണ്ട്. വേഗം വാ അമ്പാടി, വാ. അമ്മ ഇതെങ്കി നിൽക്കുന്നത്, വാ. ശരിയാ, ലാസ്റ്റ് ദിവസം ആന, ഏതൊരു ദിവസം ഞാൻ ആനേനെ ഷൂട്ട് ചെയ്തിന്. അപ്പം നമ്മളിതാ പോകുന്ന വഴിക്കൊക്കെ ലൈറ്റ്സൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അങ്ങോളം ലൈറ്റാണാ, ഇവിടുന്ന് അങ്ങോട്ടും ലൈറ്റ്. ഇവിടുന്ന് ലൈറ്റ് കണ്ടിട്ടില്ല. ലൈറ്റല്ല, കല്യാണ വീട് പോലെ അലങ്കരിച്ച്. ഫുള്ള് ലൈറ്റ്സ് ആയിട്ടോ, കുറേ ദൂരമുണ്ട്. ഇത് നമ്മൾ ചുമ്മാ വന്ന കേട്ടോ, ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള. നേരെ ഓപ്പോസിറ്റ് അങ്ങ് ഉള്ളതാണ് നമ്മൾ അമ്പലമൊക്കെ വരുന്നത്. ഇവിടെ ചുമ്മാ ഒന്ന് വന്നതെന്നേ ഉള്ളൂ. ഇവിടെ കാണുന്ന കടലാട്ടോ. അമ്പാടി പോവാ, അമ്പാടി. സമയം 9:53. നമ്മളിത് ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ. ആരാ വരുന്നെന്ന് പറഞ്ഞേട്ടോ? ഹലോ ഗൈസ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിനടുത്തുള്ള കുരിയാടി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനും അജേട്ടനും അമ്പാടിയൊക്കെ ഒരു 9:45 10 മണിയൊക്കെ ആവാൻ നേരത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കാരണം എന്താ പറയുക, നമ്മുടെ ഗാനമേളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ ആണെങ്കിൽ ഡ്യൂട്ടിയുണ്ട്. പിന്നെ എനിക്കും അമ്പാടിക്കൊക്കെ കോൾഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നാണമില്ലാണ്ട് 2 പേർക്കും ഐസ്ക്രീം മേടിച്ച് തന്നിട്ടുണ്ട്. ഞാനും അമ്പാടി ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സാരമില്ല, എപ്പോഴെങ്കിലും കഴിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് മേടിച്ച് തന്നാണ് കേട്ടോ. ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും അമ്പാടി വായ അടച്ചു വയ്ക്കില്ല. ഈ ഐസ്ക്രീം കണ്ടാൽ എന്തോ ഒരു ആക്രാദിഫിക്കേഷനാണ്. എൻ്റെ ഇരട്ടിയാണ് അമ്പാടി കേട്ടോ.
പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിതാ കടപ്പുറത്താണ് ശരിക്കും കേട്ടോ ഈ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒത്തിരി ഭക്തജനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമൊക്കെ എന്താ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച് കുറച്ച് നേരം കടപ്പുറത്ത് ഇങ്ങനെ നടന്ന് കളിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. 11 മണിയൊക്കെ ആയേ പിന്നെ നാളെ നിനക്ക് എന്താ പറയുക ഡ്യൂട്ടി ഇല്ലേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്പാടിക്കും എനിക്കൊക്കെ തണുപ്പ് പിടിച്ചുകൊണ്ട് അധികം നേരം നിന്നില്ല. പിന്നെ സെക്കൻഡ് ഡേ കാണാം. ഹായ് ഗായ്സ്, എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കുര്യാടി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ്, സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാനിത് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മണീൻ്റെ ഉള്ളിൽ നമ്മൾ അമ്പലത്തിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് നമ്മുടെ ഗാനമേളയ്ക്കുണ്ട്. എന്തൊക്കെയാണ് നടക്കാമെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് നിങ്ങൾ ഇതിന് തൊട്ട് മുൻപ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര സമയം നിൽക്കുമെന്ന് അറിയില്ല. നാളെയും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം ഗാനമേള കാണാൻ പറ്റുമോ എന്താണെന്നറിയില്ല. ഇന്നലെ പോയ പോലെ ആവുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അത് ഇന്നലെ ഒത്തിരി ലേറ്റ് ആയെന്ന് തോന്നുന്നു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എന്താണെന്നറിയില്ല. പിന്നെ പോസ്റ്റർ ഒന്നും വരുന്ന വൈകൊന്നും കണ്ടില്ല, അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയില്ല. എനിവേസ് ഞാൻ ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ്. സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. കുറേ ദിവസമായി തണുപ്പൊക്കെ പിടിച്ചിട്ട് വയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ്. എനിവേസ് അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് 2ാമത്തെ ദിവസമാണ്. നിങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. റോഡ് പണി നടക്കുന്ന കാരണം സൗണ്ടാണ് ഫുൾ കേട്ടോ. ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് February 7th ആണ് കേട്ടോ. കുര്യാടി കുറുമ്പ ഭഗവതി ക്ഷേത്ര മഹോത്സവം സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഗാനമേള എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആക്ച്വലി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കേട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എന്തായാലും സാധിച്ചില്ല. അപ്പോൾ ഇന്നിപ്പം എന്തായാലും കണ്ടിട്ടേ പോകുമെന്ന് കരുതിയിട്ട് ഞാനും അജേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അമ്പാടീൻ്റെ അടുത്ത് ഏട്ടൻ ഇങ്ങനെ ക്ഷേത്ര പറമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അവിടെയുള്ള ഒച്ചയും ബഹളവും ഒക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഗാനമേളയുടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ പൂയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കടപ്പുറത്ത്. അപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ സെക്ഷനായിട്ട് ഇങ്ങനെ എന്താ പറയുക കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റേജിൽ ചെറുതായിട്ട് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെയും ഡ്യൂട്ടി ഉണ്ട്. എന്നാലും കുറച്ച് കണ്ടിട്ടേ പോകുമെന്ന് കരുതിയിട്ട് അവിടെ ഇരിക്കുകയാണ്. കുറച്ച് സമയം അവിടെ നിന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ഇരിക്കുന്നില്ല, പൂയിലിരിക്കുന്നില്ല, നീ പോയിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് സമയം ഞാൻ നിന്നു. ലാസ്റ്റ് ഞാൻ അവിടെ പോയിരുന്ന അടിപൊളിയായിട്ട് ഗാനമേളം കുറച്ച് സമയം ആസ്വദിച്ച് കണ്ടു കേട്ടോ. അമ്പാടീനെ എടുത്ത ഏട്ടൻ ഇതിലൂടെ നടക്കുമായിരുന്നു. കുറച്ച് സമയം എവിടെ ഇരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എനിവേയ്സ് ഗാനമേളമൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല, കാരണം February 7th ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ മാർച്ച് അവസാനം ആവാറായിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ സാഹചര്യം കൊണ്ട് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിച്ചത്. എന്തായാലും ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും എനിക്ക് കോൾഡ് പിടിച്ചിട്ടുള്ള ഇഷ്യൂസും ഒക്കെ ആയിട്ട്
ആകെ അലമ്പായി കിടക്കുകയാണ്. എന്തായാലും ക്ഷമിക്കുക. അപ്പോൾ ഗാനമേളൊക്കെ തകർപ്പനായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റൻ്റൊക്കെ ഉണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇതിനെ ക്ഷണിച്ച ഈ ക്ഷേത്ര ഭാരവാഹികൾക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പാട്ടുകൾ ആസ്വദിക്കാൻ എത്തിയ ഇവിടുത്തെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ വന്നത് ശ്രീനാഥിൻ്റെ കൂടെ ഒരു പ്രാവശ്യം വന്നു, ജോബിജോൻ്റെ കൂടെ. അപ്പോൾ കുറുമ്പ ഭഗവതി എന്നെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രതീഷ് ബ്രോ എന്നെ വിളിച്ചതിന് വളരെ നന്ദി. അമ്പല കമ്മിറ്റിയിലെ എല്ലാ ഭാരവാഹികൾക്കും ഒരിക്കൽ കൂടി അവസരം തന്നതിന് വളരെ സന്തോഷം. ഞാൻ പകുതി ഒരു വടകരക്കാരനാണ്. കാരണം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഓർക്കട്ടയിൽ നിന്നാണ്. ഒന്ന് കഴിച്ച് അപ്പോൾ ഒരു വടകരക്കാരന് കൊടുക്കേണ്ട സപ്പോർട്ടെല്ലാം എനിക്ക് നിങ്ങൾ വാരിക്കൊരു തന്നതല്ലേ. ഒന്ന് കൈയടിച്ചേ. പിന്നെ ഒരുപാട് സന്തോഷം നിത്യമാവനുമായിട്ടും ശ്രീകൂട്ടനായിട്ടും മ്യൂസിക് ഓർക്കസ്ട്ര. അങ്ങനെ ഗാനമേളൊക്കെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും, ഏട്ടൻ അവിടെ ഉണ്ടോ, അമ്പാടി ഓക്കെ ആണോ എന്നൊക്കെ നോക്കും. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റിലോട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഏട്ടനെ കാണാനില്ല, അമ്പാടിനെയും കാണാനില്ല. ഏട്ടൻ അമ്പാടിനെ എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലോട്ട് കാണാനില്ല കേട്ടോ. അങ്ങനെ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ മെല്ലനെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഏട്ടനെയും തപ്പി അമ്പലപ്പറമ്പിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. കഷ്ടകാലത്തിന് അവിടെ എന്താണെന്നറിയില്ല കേട്ടോ, റേഞ്ച് ഒട്ടുമില്ല. എനിക്ക് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാൻ മൊബൈൽ ജാമർ വെച്ചതാണോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ സാധാരണ കിട്ടാത്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണെന്നറിയില്ല, അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മൊബൈൽ ജാമർ വെച്ചിട്ടാണോ അല്ല അങ്ങനെ വെക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് ആകെ ടെൻഷനായിട്ട് ഞാൻ അങ്ങനെ കുറേ സമയം ഞാൻ ട്രൈ ചെയ്തു. അമ്പലപ്പറമ്പിലൂടെ ഒക്കെ നടക്കുകയാണ്, എവിടെയാണ് നോക്കിയിട്ട് കേട്ടോ. അങ്ങനെ പരിചയമുള്ള മുഖങ്ങളും എനിക്കില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ കുറേ തവണ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഏട്ടനെ കിട്ടിയത്. ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇരിക്കാണ്ട് നീ അങ്ങ് പോയതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു ഗായ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് കുറച്ച് സമയം അവിടുന്ന് കണ്ടേ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഒന്നും കൂടെ അമ്പലപ്പറമ്പിലൂടെ കടാപ്പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുറ്റി നടന്നിട്ട് പിന്നെ എന്തൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. തകർപ്പനായിട്ട് അവിടെ ഗാനമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. Arriba, arriba.
ഞങ്ങൾ വഴക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ അമ്പലപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മുളകാ ബജിയും അതേപോലെ ഗോബി മഞ്ചൂരിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അമ്പാടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എന്താ ചെയ്യേണ്ടത് തിരിയാണ്ട് കുട്ടി കളിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ആ പ്ലേറ്റ് അങ്ങ് അടിച്ച് കംപ്ലീറ്റ് ആക്കി. ഇനി നേരെ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.